കുഞ്ഞാറ്റ ഇങ്ങോട്ട് വന്നേ, അവധിയായിട്ടെങ്കിലും ആ തലയൊന്ന് നോക്കി പേനെല്ലാം വൃത്തിയാക്കട്ടെ. ഇങ്ങോട്ട് വന്നേ, അവധിയാണേലും പെരക്കകത്ത് ജീവിയും കണ്ടോണ്ടിരിക്കുക. തല ചീകിയില്ലേ രാവിലെ അല്ലേ? എല്ലാം ഉടക്കുമായിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാ. മുടി വളർത്താൻ ഭയങ്കര ഇതാ, അത് സൂക്ഷിക്കാൻ അറിയത്തില്ല. ഉള്ള പേനെല്ലാം കയറ്റി പെരുപ്പിച്ച് അന്ന് അവധിയാ, നോക്കി വൃത്തിയാക്കിക്കണമെന്നില്ല. അമ്മേ, ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, കേക്ക് ഒന്നും മേടിക്കുന്നില്ല? എല്ലാരും കേക്ക് മേടിച്ചല്ലോ. നമുക്ക് മേടിക്കാൻ പോന്നെ, തൊഴിലുറപ്പിന്റെ പൈസ കിട്ടട്ടെ, എന്നിട്ട് മേടിക്കാം കേട്ടോ. അമ്മേ, ക്രിസ്മസിന്റെ അവധിയൊക്കെ വരുമല്ലേ, നമുക്ക് നന്നത്ത് പോകണ്ടേ? മോന് നന്നത്ത് പോകണമെങ്കിൽ പൈസ വേണ്ടേ? തൊഴിലുറപ്പിന്റെ പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ കേക്ക് മേടിക്കാത്തെ. അവിടെ പോകുമ്പോൾ നമ്മളൊരു കേക്കെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കണ്ടേ? അപ്പച്ചനും അമ്മച്ചിക്കും ഒന്നും കൊടുത്തില്ലേലും കേക്കെങ്കിലും മേടിക്കണ്ടേ? പെണ്ണെ അടങ്ങിയിരിക്കും പെണ്ണെ, ഉള്ള പേനും എല്ലാം കയറ്റിക്കൊണ്ട് വന്നിട്ട് എപ്പോഴും പറയുന്നതാ ഇതാണ്ട് തുളസിയില വെക്കാൻ എന്തുമാത്രം പേന ഉള്ളത്. എനിക്ക് കരോളിനൊക്കെ പോണേ, ഞാൻ പോയി കുളിക്കട്ടെ. ഓ മതി, ഇങ്ങോട്ട് നിൽക്കേ, 5 മിനിറ്റ് കൂടെ. അവധി ഉള്ളപ്പോഴല്ലേ തലയൊക്കെ ഒന്ന് നോക്കാൻ പറ്റത്തുള്ളൂ. അമ്മേ, താണ്ടമ്മേ ജിൻസി ആന്റി വരുന്നു. ആ, അവള് വരുന്നോ? അമ്മ എന്റെ തല പേൻ ചെയ്യുക. അയ്യോ, അതുപോലെ പേനാണോ? അവധിയായപ്പോഴത്തേന് പേനാക്കിയോ തലേ മൊത്തം? തല പറയുന്നുണ്ട്. എന്താടി അവധി കിട്ടിയിട്ട് അമ്മച്ചിയുടെ അടുത്തൊക്കെ നിക്കാൻ പോണേ? നീ സാധാരണ അവധി കിട്ടുമ്പോ പോന്നേയല്ലേ? അമ്മ ഇപ്പൊ സമ്മതിക്കുന്നില്ല. അമ്മയ്ക്ക് എന്തോ ഒരു മൂടാവുണ്ട്. എന്താ കാര്യം? എന്തോ അതൊന്നും എനിക്കറിയാം. എന്താടി നിനക്ക് വിഷമം? ഞാൻ ശ്രദ്ധിച്ചത് നീ വന്നിട്ടൊന്നും മറുപടി പറയുന്നില്ലല്ലോടി. എന്താടി നിനക്ക് വിഷമം? നീ വന്നേ? എടി ഞാൻ വന്നതേ, ഞാൻ 2-3 ദിവസത്തേക്ക് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഇനി വരത്തുള്ളൂ കേട്ടോ. അത് പറയാൻ വേണ്ടി വന്നതായിരുന്നു. നിന്നോടൊന്ന് പറഞ്ഞിട്ട് അല്ല, നീ ഓർക്കത്തില്ല എന്തി അവൾ എവിടെ പോയെന്ന് പറഞ്ഞേ. അങ്ങോട്ട് നോക്കുമ്പോൾ രാത്രി ലൈറ്റൊക്കെ കണ്ടില്ലെങ്കിൽ നീ തിരക്കാലോ എന്ന് ഓർത്ത് നിന്നോട് പറയാവുന്നതുകൊണ്ട് വന്നതാ. ഞാൻ 2-3 നീ പോന്നില്ലേ? ഇല്ലടി, പോന്നില്ലടി. എന്താടി നീ പോകാത്തത്? നീ സാധാരണ പോന്നെയാണല്ലോ അവധിക്ക്, നീ എന്താ പോകാത്ത? പിള്ളേരെയും കൊണ്ട് തന്നെയല്ലേ ഉള്ളൂ. ഞാനിവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അനക്കമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്താടി എന്നാലും നീ പോന്നേ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. എന്താ തൊഴിലുറപ്പിന്റെ പൈസ വീണില്ലേ നിനക്ക്? എന്നാ ഞാൻ പോവാടി, അങ്ങ് വീട്ടിൽ ചെന്നിട്ട് വിളിക്കാൻ നിന്നെ കേട്ടോ. കുഞ്ഞാറ്റെ പോവാണേ. ഹാപ്പി ക്രിസ്മസ് കേട്ടോ. പോവാണേ. ശരിയടി. എന്നാ കേട്ടോ, കുഞ്ഞവിടെ ഇരുന്നോ, അമ്മ വരുവാ. അമ്മ വരുവാ. അവന് ഞാനിവിടെ വന്നിട്ടപ്പോഴത്തേക്കിന് അവൻ അവിടെ കളിക്കുമായിരുന്നു. നീ കുളിപ്പിച്ചിട്ട് ഒരുക്കൊക്കെ വേണം, ഞങ്ങളിപ്പം പോവാ. അമ്മ എന്ത് ചെയ്യും? അമ്മ അകത്തോട്ട് പോയോ? വേണ്ടേ, ഇത് പോയി കേക്കൊക്കെ മേടിച്ചിട്ട് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ എടുത്ത് പോക്കണം കേട്ടോ. അമ്മയെ കൊണ്ട് കൊടുക്കണം കേട്ടോ. ഇച്ചിരി പൈസയുണ്ട് കേട്ടോ. അമ്മയോട് വേണം തൊഴിലുറപ്പിൻ്റെ പൈസ കിട്ടുമ്പോൾ ഇങ്ങനെ തന്നാൽ മതി എന്ന് കേട്ടോ. ആൻറ്റി പോവാണേ. എന്തുവാ പൈസ? വന്നപ്പോ തന്നെയാ. എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളായിരുന്നു, പിന്നെ പോയി. എന്തോ പറഞ്ഞു? ഞാൻ വിളിക്കാം അവളെ, ഫോൺ വിളിച്ചു. അവള് പോവാന്ന് പറഞ്ഞു. എനിക്ക് 1000 രൂപ തന്നായിരുന്നു. എന്തോ കൊടുക്കാനായിട്ടോ? മോനെ, അവള് പോകുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവൾ ഇത്രയും പൈസ കൊണ്ട് തന്നിട്ട് നിന്റെ ഈ തന്നിട്ട് പോയത് അവൾക്കും വേണ്ടേ? ആവശ്യമുണ്ടല്ലോ. ഹലോ എടി, നീ വന്നപ്പോൾ ഞാനേ അകത്തെ തുണി എടുക്കാൻ പുറകെ പോയേക്കുമായിരുന്നടി. നീ വന്നെന്ന് മോള് പറഞ്ഞു. പൈസ തന്നോ? നീനൊക്കെ പോകുമ്പോൾ പൈസ വേണ്ടേടി? ഇത്രയും പൈസ കൊടുത്തിട്ട് പോയത്? അത് കുഴപ്പമില്ലടി, എൻ്റെ ഉണ്ടടി. എന്നാലും നിനക്കും, നീ ഒരു വഴിക്ക് പോകുന്നതല്ലേ, നിനക്കും പൈസയുടെ ആവശ്യമൊക്കെ ഉള്ളതല്ലേ. നീയും ക്രിസ്മസ് ആഘോഷിക്കണ്ടേ? കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? ശരിടി, കുഴപ്പമില്ല. ശരി. നീ വരുമ്പോഴത്തേന് തൊഴിലുറപ്പിന്റെ പൈസ വീഴുവാണെങ്കിൽ അങ്ങ് തരാം കേട്ടോ. ശരിടി, എന്നാ ഓക്കെ, ബൈ. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും 1000 ഹാപ്പി ക്രിസ്മസ്.